നമസ്കാരം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോ നടിമാരുടെയും വെളിപ്പെടുത്തലുകൾ നടന്മാരെയും സൂപ്പർ താരങ്ങളെയും ഒക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പേരില്ലാത്ത ചില വെളിപ്പെടുത്തലുകൾ, പേര് പറയാത്ത ചില വെളിപ്പെടുത്തലുകൾ എല്ലാ നടന്മാർക്കും വലിയ തോതിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. അത് പുറത്തു വന്നത് നടി രാധികയുടെ ഒരു അഭിമുഖത്തിലാണ്. അതായത് കേരളത്തിലെ മിക്കവാറും ക്യാരവനുകളിൽ ഒളിക്യാമറകൾ വച്ചിട്ടുണ്ട് എന്നും നടിമാർ വേഷം മാറുമ്പോൾ ആ ദൃശ്യങ്ങളൊക്കെയും വസ്ത്രം മാറുന്ന ദൃശ്യങ്ങളൊക്കെയും ഈ ഒളിക്യാമറകൾ കൊപ്പിയെടുക്കുകയും അത് പിന്നീട് മറ്റു നടന്മാർക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രാധിക നടത്തിയിരിക്കുന്നത്. അത് ആരുടെ ക്യാരവനിലാണ് എന്നുള്ളത് വ്യക്തമായി രാധിക പറയുന്നില്ല. എന്നാൽ താൻ ഉള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത്. കാരണം താൻ ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ മറ്റു ചില നടന്മാർ ഒരു മൊബൈലിൽ നോക്കി വല്ലാതെ ചിരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് താൻ ഒരാളോട് ചോദിച്ചു എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. അപ്പോഴാണ് അദ്ദേഹമാണ് പറഞ്ഞത് അത് ക്യാരവനിലെ ഒളിക്യാമറയിൽ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ അവർ കാണുന്നതാണ് എന്ന്. ഇതിനെതിരെ താൻ വല്ലാതെ പ്രകോപിതയാവുകയും വല്ലാതെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നും രാധിക പറയുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണവുമായി തന്നെ കേരള പോലീസ് ബന്ധപ്പെട്ടിരുന്നു എന്നും രാധിക പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ നടൻ മോഹൻലാലും ആരുടെ ക്യാരവനിലാണ് എന്ന് മാഡം വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വിളിച്ചിരുന്നു. പക്ഷേ താൻ അങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും രാധിക പറയുന്നുണ്ട്. എന്നാൽ പോലീസിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പൂർണ്ണമായും രാധിക നൽകി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് മോഹൻലാൽ അടക്കമുള്ള താരങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം മോഹൻലാൽ അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെയൊക്കെ സിനിമകളിൽ രാധിക പലപ്പോഴായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെ ക്യാരവനിലാണ് ഇത്തരത്തിലുള്ള ഒളിക്യാമറകൾ ഉണ്ടായിരുന്നത്, ആരുടെ ഒളിക്യാമറയിൽ നിന്നാണ് ഇത്തരം ദൃശ്യങ്ങൾ മറ്റു നടന്മാരിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള തെളിവുകൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും മോഹൻലാൽ അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം ഇത് പോലീസിൽ എത്തിയെങ്കിൽ തീർച്ചയായിട്ടും ആ നടന്മാരെ ആരുടെ ക്യാരവനിലാണോ ഈ ദൃശ്യങ്ങൾ കണ്ടത്, ഈ ഒളിക്യാമറ ഉള്ളത്, ആ നടന്മാരെ പൂർണ്ണമായിട്ടും പോലീസ് ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും. അത് വീണ്ടും ഒരു വിവാദത്തിലേക്ക് വഴിതെളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ പ്രമുഖരായ പല നടന്മാരും ഓരോ വെളിക്കെതിരെയും വലിയ തോതിലുള്ള ആരോപണങ്ങളുണ്ട്. നടൻ ജയസൂര്യക്കെതിരെ, ബാബുരാജിനെതിരെ, മണിയൻപിള്ള രാജുവിനെതിരെ, അങ്ങനെ നിരവധിയായ സിദ്ദിഖിനെതിരെ, നിരവധിയായ ആളുകൾക്കെതിരെ പല തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. എന്നാൽ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലിനെയും മമ്മൂട്ടിക്കെതിരെയും വലിയ തോതിലുള്ള ആരോപണങ്ങൾ നിലവിൽ വന്നിട്ടില്ല എങ്കിലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ അവരുടെ മേലെയും വന്നുകൂടായികയില്ല എന്നുള്ള ചില പരാമർശങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ വെളിപ്പെടുത്തലുമായാണ് ഇപ്പോൾ നടി രാധിക വന്നിരിക്കുന്നത്. ഈ ക്യാരവൻ ആരുടേതാണ് എന്നറിയാതെ ഇനി മലയാള സിനിമയിൽ ഒരു സൂപ്രതാരങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്.